ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ലവ് ആണോ അതോ സെൽഫ് ഹെയ്റ്റ് ആണോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് പറയട്ടെ, സെൽഫ് ലവ് ഉള്ളവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. അവർക്ക് എല്ലാ കാര്യങ്ങളിലോടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ഉണ്ടാവുക. ഇനി അതിനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറയാം. നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ലവ് ആണോ സെൽഫ് ഹെയ്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു മിറർ എടുക്കുക. മിറർ എടുത്തതിന് ശേഷം നമ്മളിൽ ആദ്യം കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വിലയിരുത്തുക. സത്യം പറഞ്ഞ ഒരു 90% പേരും മിററിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് തന്നെ നമ്മൾ എന്തിനായിരിക്കും? നമ്മളുടെ മുടി തിക്നെസ് അങ്ങ് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ നമ്മളുടെ മുടി ആകെ അങ്ങ് നരച്ചു പോയല്ലോ, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടി, എന്താ ഇപ്പം ഞാൻ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്, എൻ്റെ ഫേസൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്, എന്താ കളറൊക്കെ അങ്ങ് പോയിരിക്കുന്നത്. ഇനി തൊട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നെഗറ്റിവിറ്റിയും പറയാൻ പാടില്ല. ഇന്ന് മുതൽ നമ്മളെല്ലാവരും സെൽഫ് ലവ് ഉള്ളവരാണ്. സെൽഫ് ലവ് ഉള്ളവരെന്താണ് ചെയ്യുക? മിററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ചെറുതായിട്ട് നമ്മളെ തന്നെ ഒന്ന് സ്മൈൽ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ബാഹ്യമായിട്ടായിക്കോട്ടെ ഉള്ളിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നമ്മൾ തന്നെ ആദ്യം നമ്മളുടെ പോസിറ്റീവ് കാര്യങ്ങൾ പറയണം. നമ്മൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി നല്ലത് പറയുന്നില്ല എന്ന് നമ്മളെപ്പോഴും വ്യാകുലപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ ഒരു നെഗറ്റീവ് കാര്യങ്ങളും പറയത്തില്ല. നമ്മളിൽ തന്നെയുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സെൽഫ് ലവ് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇനി തൊട്ട് മിററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നതിന് ശേഷം ഞാൻ എത്ര ഹാപ്പിയാണ്, ഞാൻ എത്ര കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കാൻ പറ്റുന്നത്, എനിക്ക് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് നേരിടാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോസും ഇത് സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സെൽഫ് ലവ് ആയിട്ടിരിക്കുക.